السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഉമുനീർ വിഴുങ്ങിയാൽ നോമ്പ് മുറിയില്ല. പക്ഷേ ഉമുനീരിനോട് മറ്റെന്തെങ്കിലും കൂടിക്കലർന്നാലോ? ആ കൂടിക്കലർന്നത് ത്വാഹിറായ വസ്തുവാവട്ടെ, രക്തം പോലെയുള്ള മുത്തനജ്ജിസായ വസ്തുവാവട്ടെ, ഉമുനീരല്ലാത്ത മറ്റു വല്ല വസ്തുവും കൂടിക്കലർന്നുകൊണ്ടുള്ള മഹ്ലൂത്തായ ഉമുനീരാണ് ഒരാൾ വിഴുങ്ങിയതെങ്കിൽ അയാളുടെ നോമ്പ് മുറിയും. ചിലപ്പോൾ രക്തം കലർന്ന ഉമുനീരുണ്ടാകും. പക്ഷേ ദീർഘസമയം വായിൽ തങ്ങിയതുകൊണ്ട് വീണ്ടും വീണ്ടും ഉമുനീര് കൂടി വന്ന് ആ രക്തത്തിൻ്റെ നിറം ഇല്ലാത്ത വിധം, രക്തം ഉമിനീരുമായി ചേർന്ന് രക്തത്തിൻ്റെ നിറം ഇല്ലാത്ത വിധം അത് തെളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തന്നെയും രക്തം കലർന്ന ഉമുനീര് എന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് അത് മാറാത്തതിനാൽ, രക്തത്തിൻ്റെ നിറം ഓൾറെഡി ഇല്ലെങ്കിൽ തന്നെയും അത് തെളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തന്നെയും അത് വിഴുങ്ങിയാൽ നോമ്പ് ബാത്തിലാകും. കാരണം മറ്റൊന്നുമായി കൂടിക്കലർന്നതോടുകൂടെ അതൊരു അന്യ സ്ഥൂല വസ്തുവായി മാറി. വായൻ്റെ ഉള്ളിലുള്ള ഉമുനീര് വിഴുങ്ങുന്ന ആ അവസ്ഥയിൽ നിന്ന് മാറി വേറെ ഒന്നുകൂടി ചേർന്ന ഒരു അന്യവസ്തുവായി അത് മാറിയിരിക്കുകയാണ്. ആകയാൽ നോമ്പ് ബാത്തിലാകും. ഇക്കാര്യം ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു മിൻഹാജിൽ രേഖപ്പെടുത്തിയത് ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വിശദീകരണത്തോടുകൂടെ അബിബ്തലഅ റീഖഹു മഖ്ലൂതൻ ബിഗൈരിഹി അത്വാഹിരി അബിബ്തലഅഹു മുതനജ്ജിസൻ ബിദമിൻ ഔ ഗൈരിഹി വഇൻ സഫാ അഫ്തറ لأنه بانفصاله واختلاطه وتنجسه صار كعين أجنبية എന്ന് വിശദമായി അതേക്കുറിച്ച് വിവരിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഉമുനീര് ഇറക്കുന്ന സമയത്ത് അതുമായി വേറെ വല്ലതും കൂടിക്കലർന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റു വല്ലതും കൂടിക്കലർന്നിട്ടുണ്ടെങ്കിൽ അത് വിഴുങ്ങുന്നത് കൊണ്ട് നോമ്പ് ബാത്തിലാകും എന്നത് മനസ്സിലാക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.